ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. മനുഷ്യൻ്റെ തിരക്കേറിയ ജീവിത യാത്രയുടെ മധ്യത്തിൽ ഒരല്പസമയം ദൈവവചനം ശ്രവിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ നല്ല മനസ്സിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ചില നാളുകളായി തിരുവചനം ശുശ്രൂഷിപ്പാൻ, തിരുവചനം പ്രസംഗിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കൃപകളെ ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ലോകത്തിലുള്ള സകല മാനവ ജാതികളെയും കർത്താവായ യേശു ക്രിസ്തു സ്നേഹിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. സകല സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് സുവിശേഷം എത്തിക്കുവാനുള്ള ഒരു മാർഗമാണ് ഈ TV പ്രോഗ്രാം എന്ന് പറയുന്നത്. കൃപയാൽ നമുക്ക് ഈ TV പ്രോഗ്രാം ചെയ്യുവാനും അത് ശ്രവിക്കുവാൻ ഒരു കൂട്ടം ജനത്തെയും ദൈവം ഒരുക്കിയ കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്ത പല അത്ഭുത പ്രവൃത്തികളെയും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു സൗഖ്യം നടന്നതായ ഒരു പ്രവൃത്തിയെ അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതായി, കാഴ്ച നൽകിയതായി നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ കാര്യം, കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിൻ്റെ തെരുവീതിയിലൂടെ നടന്നു പോകുകയാണ്. ഒരു കൂട്ടം പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ നടന്നു ചെല്ലുന്നു. യേശു എവിടെ പോയാലും തന്നെ പിൻപറ്റുന്ന ഒരു കൂട്ടം ജനമുണ്ട്. യേശുവിനെ ഒന്ന് കാണുവാൻ, യേശുവിനെ ഒന്ന് തൊട്ടുനോക്കുവാൻ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നതായ ആൾക്കാർ, അവനൊരു വാക്ക് പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവനോട് ഒന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ആൾക്കാർ, ഇങ്ങനെ ഒരു കൂട്ടം ജനം എപ്പോഴും യേശുവിൻ്റെ പിന്നാലെ ഉണ്ട്. തൻ്റെ പിന്നാലെ ചെന്നിട്ടുള്ള ഒരു മനുഷ്യനെയും യേശു വെറുതെ വിട്ടിട്ടില്ല. ഏത് ആവശ്യത്തോടു കൂടെ തൻ്റെ അടുക്കൽ ആര് ചെന്നിട്ടുണ്ടോ അവരെയെല്ലാം അവരാഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി അവരോട് ഇടപെട്ടിട്ടുള്ളവനാണ് നസ്രായനായ യേശു. ഇപ്പോൾ ഇതാ യേശു യെരിഹോവിൽ നിന്ന് പുറപ്പെടുകയാണ്. തൻ്റെ ചുറ്റും വലിയ ഒരു പുരുഷാരമുണ്ട്. ഈ സമയത്ത് ഈ യെരിഹോവിൻ്റെ തെരുവീതിയിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇദ്ദേഹം തീമായി എന്ന് പറയുന്നതായ ഒരു മനുഷ്യന്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബർത്തിമായി എന്നാണ്. ഇദ്ദേഹം ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികിൽ ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആ ഭിക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു ചിന്ത, കീറിപ്പറിഞ്ഞ വസ്ത്രവും നീട്ടി വളർത്തിയ താടിയും മുടിയും, പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഭിക്ഷപാത്രം, നാറ്റം വമിക്കുന്ന ശരീരം, ഇതൊക്കെയായി പ്രത്യേകിച്ച് ഈ ഭിക്ഷക്കാരനെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇദ്ദേഹം വഴിയരികിലിരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുകയാണ്. ഇദ്ദേഹം ഭിക്ഷയാചിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, 2 കണ്ണും അദ്ദേഹത്തിന് കാണത്തില്ല. നമ്മുടെ നാട്ടിൽ അന്ധന്മാരായിരിക്കുന്നവരെ തിരിച്ചറിയേണ്ടതിന് വേണ്ടി അവർക്ക് ഒരു വാഹനത്തിൽ കയറുവാൻ കൈ കാണിച്ചാൽ വാഹനം നിർത്തേണ്ടതിന് വേണ്ടി അവരാരാണെന്ന് തിരിച്ചറിയേണ്ടതിന്
ഒരു റോഡിന് അവർക്ക് ക്രോസ് ചെയ്യേണ്ടതായി വന്നാൽ ഒക്കെ അവർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ളതായ വടി അവരുടെ കയ്യിലുണ്ട്. ആ വടി നീട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ഏത് തിരക്കേറിയ സ്ഥലത്തുകൂടെ ക്രോസ് ചെയ്യാൻ ചെന്നാലും തീർച്ചയായും മറ്റുള്ള എല്ലാ വാഹനങ്ങളും നിർത്തി അവരെ സഹായിച്ച് അവരെ അക്കരെ കടത്തിവിടണം. നമ്മുടെ നിയമമാണ്. നാം അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മാന്യമായ ഒരു സംവിധാനമാണ്. ആ വടി നീട്ടിപ്പിടിച്ചാൽ അത് കാണുന്നവർക്കറിയാം ആ മനുഷ്യൻ അന്ധനാണ് എന്ന് തിരിച്ചറിയാം. ഇതുപോലെ യെരുശലേമിലുള്ള അല്ലെങ്കിൽ ഗലീല നാട്ടിലുള്ളതായ അന്ധന്മാരെ തിരിച്ചറിയുവാൻ അവരുപയോഗിക്കുന്ന ഒരു പുതപ്പുണ്ട്. ഇപ്പോൾ ബർത്തിമായി എന്ന് പറയുന്നതായ ഈ മനുഷ്യൻ താനൊരു അന്ധനാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു പുതപ്പ് ഒക്കെ പുതച്ചുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കൂ. കയ്യിൽ ഭിക്ഷപാത്രം, മറുകയിൽ ഒരു വടി, കീറിപ്പറിഞ്ഞ വസ്ത്രം, അന്ധനാണെന്ന് തിരിച്ചറിയിക്കുന്ന പുതപ്പ്, ഇതെല്ലാമായി താൻ ആ വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നസ്രയനായ യേശു അതുവഴി കടന്നു പോകുന്ന ആരാവാരം, ജനത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ എത്തിയത്. അന്ധനാണെങ്കിലും നല്ല കേൾവിയുള്ള ആളാണ് അദ്ദേഹം. ഈ ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹം അടുത്ത് നിന്നവരോട് ചോദിച്ചു, എന്താണ്? ഒരു ശബ്ദം കേൾക്കുന്നല്ലോ, ആരാവാരം കേൾക്കുന്നല്ലോ, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിന്നവർ പറഞ്ഞു, നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുന്നു, അതാണ്. അദ്ദേഹം ചോദിച്ചു, യേശു എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് യേശുവിന്റെ ചുറ്റും ജനം ഇങ്ങനെ കൂടുവാനുള്ള കാരണം? അവർ പറഞ്ഞു, നസ്രായനായ യേശു എന്ന് പറയുന്നത് യായിറോസിന്റെ മകൾ മരിച്ചുപോയി, അവളെ ഉയർപ്പിച്ചവനാണ്, ജീവൻ നൽകിയവനാണ് യേശു. ആ വീട്ടിലേക്ക് പോകുന്ന വഴി 12 വർഷമായി രക്തസ്രവമുള്ളതായ ഒരു സ്ത്രീ വിശ്വാസത്താൽ ഈ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. ആ നിമിഷം അവൾ സൗഖ്യമായി. ഏറിയ വൈദ്യന്മാരാൽ മുതലെല്ലാം നഷ്ടപ്പെടുത്തിയതായ ആ സ്ത്രീയെ 1 സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കിയവനാണ് ഈ നസ്രായനായ യേശു. മാത്രമോ, നൈൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു. അവന്റെ ശവശരീരവുമായി മഞ്ചം ചുമന്നുകൊണ്ട് പട്ടണത്തിന്റെ പുറത്തേക്ക് ജനം കടന്നു വന്നപ്പോൾ യേശു അങ്ങോട്ട് കടന്നു ചെന്നു. മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ആ നിമിഷം മരിച്ച ബാല്യക്കാരൻ എഴുന്നേറ്റു. അവൻ തൻ്റെ അമ്മയ്ക്ക് ഏക മകനായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ യേശു, രോഗികളെ സൗഖ്യമാക്കുന്നവനായ യേശു മാത്രമല്ല, 6000 ഭൂതങ്ങൾ ഒരുമിച്ച് ബാധിച്ചിരുന്ന ലെഗ്യോൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയവനായ യേശു, ചന്ദ്രരോഗിയെ സൗഖ്യമാക്കിയവനായിരിക്കുന്ന യേശു, ഈ യേശുവാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇത് കേട്ടപ്പോൾ ബർത്തിമായുടെ ഹൃദയത്തിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായി. ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ വിശ്വാസം അവന്റെ ഹൃദയത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യവും ഒരാൾക്ക് വിശ്വാസം തോന്നുന്നത് മറ്റുള്ളവർ പറയുന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. പലതരത്തിൽ വിശ്വാസം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ പറയുന്ന വാക്കുകളും കാണുന്നതും കേൾക്കുന്നതുമാണ് വിശ്വാസമായി പരിണമിക്കുന്നത്. ഈ ബർത്തിമായി എന്ന കുരുടനായ മനുഷ്യൻ അടുത്തു നിന്നവർ യേശുവിനെ കുറിച്ച് പറഞ്ഞ ആ വാർത്തകൾ കേട്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ വലിയൊരു വിശ്വാസമുണ്ടായി. അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. യേശു അവന്റെ അടുക്കലൂടെ, ആ സമീപത്തുകൂടെ കടന്നു പോകുന്നതായ ആ സമയം അവൻ വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നു. യേശു അടുത്തു വരുന്നു എന്ന് കണ്ടപ്പോൾ അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര എന്നവൻ ഉറക്കെ നിലവിളിച്ചു. ചുറ്റും നിന്നവർ പറഞ്ഞു, മിണ്ടാതിരിക്കെ. ആ പോകുന്ന വ്യക്തി ആരാണെന്നറിയാമോ?
മാന്യനായ ഒരു വ്യക്തിയാണ്, പുരോഹിതനാണ്, ദൈവമാണ്, സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ്. ഇന്ന് ഈ പലസ്തീൻ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വഴിയരികിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ഒരു കുരുടൻ ഇങ്ങനെ വിളിക്കുന്നത് മോശമാണ്, മിണ്ടാതിരിക്കെ എന്ന് ചുറ്റും നിന്നവർ പലരും അവനെ താക്കീത് ചെയ്തു. അവന്റെ ശബ്ദമില്ലാതെയാക്കുവാൻ അവർ വളരെ പരിശ്രമിച്ചു. പക്ഷേ കുരുടൻ വിട്ടില്ല. അവൻ വീണ്ടും ഇവരെത്ര അമർച്ചയായി പറയുന്നുവോ അതിനേക്കാൾ ശക്തിയോടെ, യേശുവേ ദാവീദ് പുത്ര, എന്നിൽ കരുണ തോന്നണമേ എന്ന് അവൻ ഉറക്കെ നിലവിളിച്ചു. ചുറ്റും നിൽക്കുന്ന ജനം തട്ടിയും മുട്ടിയും ഒക്കെയാണ് പോകുന്നതെങ്കിലും, ജനത്തിന്റെ ആരാവാരം കേൾക്കുന്നുണ്ടെങ്കിലും ആവശ്യബോധത്തോടെ വിളിക്കുന്നവന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ് നസ്രായനായ യേശു. അതുകൊണ്ട് ചുറ്റും നിന്ന നൂറുകണക്കിന് ജനങ്ങളുടെ ശബ്ദം യേശുവിന്റെ കാതിൽ പതിഞ്ഞില്ല. യേശു അത് ശ്രദ്ധിച്ചില്ല. അവരെല്ലാവരും മറ്റ് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ വഴിയരികിൽ ഇരുന്നു കൊണ്ട് ആവശ്യബോധത്തോടെ ഒരുവൻ ഉറക്കെ വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നിൽ കരുണ തോന്നണമേ. ആ നിലവിളി യേശു കേട്ടു. അവൻ അവിടെ നിന്നു. അടുത്ത് നിന്നവരോട് പറഞ്ഞു, അവനെ വിളിപ്പീൻ. ശിഷ്യന്മാർ ഓടിച്ചെന്നു. ഇപ്പോൾ അവരുടെയും മനസ്സിൽ ചില ആശയങ്ങൾ വന്നു. അവരോടിച്ചെന്നിട്ട് അവനോട് ആദ്യം പറഞ്ഞത്, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. ഈ മനുഷ്യൻ നേരത്തെ ധൈര്യപ്പെട്ട ധൈര്യമുള്ളവനാ. എങ്കിലും അവർ ഒന്നുകൂടെ പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. അവൻ ധൈര്യപ്പെട്ടു. അവൻ എഴുന്നേറ്റു. തൻ്റെ പുതപ്പ് അവൻ കളഞ്ഞു. വടി ദൂരേക്കെറിഞ്ഞു. പാത്രം മറ്റൊരു സൈഡിലേക്ക് എറിഞ്ഞു. അവന്റെ ഉള്ളിലുണ്ടായ വിശ്വാസം, ഈ പുതപ്പ് എനിക്കിനി ആവശ്യമില്ല. അവൻ ആ പുതപ്പെടുത്ത് കളഞ്ഞു. ഈ വടി ഇനി എനിക്ക് ആവശ്യമില്ല. ഞാൻ സൗഖ്യം പ്രാപിക്കുവാൻ പോകുകയാണ്. ഈ പാത്രം എനിക്കിനി ആവശ്യമില്ല. ഞാൻ ഇനി ഭിക്ഷക്കാരനായിരിക്കുകയില്ല. കാരണം എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളവൻ എന്നെ വിളിച്ചിരിക്കുന്നു. അവനാണ് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞത്. അവന്റെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത്. അവന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ടായി. അവൻ ധൈര്യത്തോടെ എഴുന്നേറ്റു. അവൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. യേശു അവനെ നോക്കി ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശുവിന്റെ ചോദ്യത്തിനു മറുപടിയായി അവനൊരു വാക്കു പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യം ഒരു പാട്ടിന്റെ ഫ്രെയിമിലിട്ട് K.A. എബ്രഹാം എന്ന് പറയുന്ന ദേവദാസൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കുരുടനായ മനുഷ്യൻ ബർത്തലോമായി യേശുവിന്റെ അടുക്കൽ ചെന്ന് ബർത്തിമായി പറയുകയാണ്, കല്ലോലജാലം ഞാൻ കണ്ടിട്ടില്ല, കനിവിന്റെ മുഖമാരും കാണിച്ചില്ല, താരാട്ടുപാടിയൻ അമ്മയുടെ തങ്കമുഖം ഞാൻ കണ്ടിട്ടില്ല. റബ്ബുനീ യേശുവേ അടിയനു കാഴ്ച നീ നൽകുകില്ലേ? അവന്റെ ആവശ്യം അവൻ പറയുകയാണ്. കല്ലോലജാലം ഞാൻ കണ്ടിട്ടില്ല, കനുവിന്റെ മുഖമാരും കാണിച്ചില്ല, താരാട്ട് പാടിയ എൻ്റെ അമ്മയുടെ തങ്കമുഖം അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. റബ്ബുനീ യേശുവേ അടിയന് കാഴ്ച നൽകണമേ.
താരാപഥങ്ങളും തളിരും കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തോട് നിലവിളിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ആ നിലവിളി അല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥന, ആ മാത്രയിൽ കർത്താവ് അവനെ സൗഖ്യമാക്കി. അവൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശു അവനെ നോക്കി ഒറ്റ വാക്ക് പറഞ്ഞു, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാ പെട്ടെന്നൊരു അത്ഭുതം നടന്നിരിക്കുന്നു. അവന്റെ വിശ്വാസം, യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ അവൻ തയ്യാറായപ്പോഴുണ്ടായ അവന്റെ വിശ്വാസം, അത് അവനെ രക്ഷിച്ചു. ആ വിശ്വാസത്താൽ ഇപ്പോഴിതാ അവൻ സൗഖ്യമായിരിക്കുന്നു. ഇതുവരെ കാണാതിരുന്നവൻ കാണാൻ തുടങ്ങി, കണ്ണു തുറന്നു, അവന് കാഴ്ച പ്രാപിച്ചു. അവന് വലിയ സന്തോഷമായി. കാഴ്ച പ്രാപിച്ചിട്ട് അവൻ എങ്ങോട്ടെങ്കിലും പോവുകയല്ലായിരുന്നു. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കാഴ്ച പ്രാപിച്ച കുരുടനായ മനുഷ്യൻ ഇതാ യേശുവിന്റെ പിന്നാലെ, ആ പോകുന്ന ജനത്തിന്റെ പിന്നാലെ അവനും യാത്രയായിരിക്കുന്നു. ഇപ്പോൾ അവന്റെ കയ്യിൽ വടിയില്ല, ഇപ്പോൾ അവന്റെ കയ്യിൽ പാത്രമില്ല, ഇപ്പോൾ അവൻ പുതച്ചിരുന്ന പുതപ്പില്ല. അവൻ സാധാരണ ഒരു മനുഷ്യനായി, കാഴ്ചയുള്ളവനായി യേശുവിന്റെ പിന്നാലെ അവൻ യാത്ര ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കുരുടനായ മനുഷ്യനെ പോലെ, ബർത്തിമായിയെ പോലെ നിങ്ങൾ ജീവിതത്തിൽ എല്ലാവരാലും കൈവിടപ്പെട്ട് നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലാതെ നിരാശയോടെ ദുഃഖത്തോടെ കഴിയുന്നതായ ഒരു വ്യക്തിയാണോ? ഈ കുരുടനായ മനുഷ്യനെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. അവനെ കൊണ്ടു നടക്കുവാനോ അവനെ ശുശ്രൂഷിക്കുവാനോ ആരുമില്ലായിരുന്നു. അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള യേശുവേ, ദാവീദ് പുത്ര, എന്നിൽ കരുണ തോന്നണമേ എന്നുള്ള ആ നിലവിളി കേട്ട് അവിടെ നിന്ന് ആ മാത്രയിൽ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സൗഖ്യം കൊടുത്തവനായിരിക്കുന്ന യേശു ഇന്ന് നിങ്ങളെയും മാടി വിളിക്കുന്നു. യേശുവിനെ ഒന്ന് വിളിക്കാമോ? ദാവീദ് പുത്ര, എന്നിൽ കരുണ തോന്നണമേ എന്ന് പറയാമോ? എങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുവാൻ പോകുകയാണ്. എല്ലാവരാലും കൈവിടപ്പെട്ട നിങ്ങൾ, ജനം വരുമ്പോൾ, ആരാവാരം കേൾക്കുമ്പോൾ ഒതുങ്ങി മാറി നിന്ന നിങ്ങൾ യേശുവിന്റെ ശബ്ദത്തിന്റെ അടുക്കൽ വരാമെങ്കിൽ ജാഥയുടെ പിന്നാലെ നടന്നു പോകുവാൻ കഴിയുന്നവനാക്കി മാറ്റുന്ന, നിങ്ങളെ ഇതുവരെ ഭിക്ഷക്കാരനാക്കി ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിരുന്നതായ വ്യക്തികളുടെ മുൻപാകെ ധൈര്യത്തോടെ നടക്കുവാൻ, ധൈര്യത്തോടെ ജീവിക്കുവാൻ, നീ ഒന്നുമില്ലാത്തവനാണ്, ആർക്കും വേണ്ടാത്തവനാണെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുൻപാകെ എന്നെ മാനിക്കുന്ന ഒരുവനുണ്ട്, നസ്രായനായ യേശു. അവനിപ്പോൾ നിന്റെ വീട്ടിലുണ്ട്. ആ യേശു നിന്റെ സമീപത്ത് നിൽക്കുന്നു. ആ യേശുവിനെ നോക്കി ഒരു വാക്ക് പറയാമോ? ജീവിതത്തിൽ അത്ഭുതം നടക്കും.